ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ച ആ ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. ചില്ലി ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുറച്ച് സ്പൈസിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ആ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വിനീഗറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കനിലോട്ട് മസാലയൊക്കെ പിടിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾക്ക് കുറച്ച് സവാളയിലൊന്ന് വഴറ്റി വെക്കാം. ഈ ഒരു സവാള എനിക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടും വഴറ്റിയിട്ടും ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്നൊരു മസാല ഉണ്ടാക്കാനൊക്കെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇനി കുറച്ച് കൂടുതൽ തന്നെ ഓർഡറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു ചോപ്പറിൽ ഇട്ടിട്ട് പെട്ടെന്ന് ഒന്ന് റെഡിയാക്കിയെടുക്കുക. ഇതാകുമ്പോൾ വളരെ ഈസിയാണ് കേട്ടോ ഈ ഒരു ചോപ്പർ. സവാള എല്ലാം ഇവിടെ വഴന്ന് വരട്ടെ. അപ്പം നമ്മൾക്ക് ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുന്നതാണ് ഞാൻ അധികം മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ റെഡിയാക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവാള ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണമല്ലോ. അപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടത് കൊണ്ട് തന്നെ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ സവാളയിൽ ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ വഴറ്റി വെക്കുന്നത്. പിന്നൊന്നുമില്ല, കൂടുതൽ മസാലയൊന്നും ചേർക്കില്ല സവാളയിൽ. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, സവാളയിൽ ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ആകുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് കട്ട്ലറ്റും കൊണ്ട് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ മസാലയാണ് കേട്ടോ. അതിൽ ഉരുളക്കിഴങ്ങും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കും. ഉരുളക്കിഴങ്ങ് ഇട്ട് മിക്സാക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ അതാ നമ്മൾ ചട്ടിപ്പത്തിരിക്ക് വേണ്ടി ഞാൻ ഇവിടെ ദോശയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇന്ന് ഒരു ചട്ടിപ്പത്തിരി മാത്രമായിരുന്നു കേട്ടോ നമ്മൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം ആ ഒരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇതാ കുഞ്ഞിക്കലത്തപ്പം കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഈ ഒരു ടൈമിൽ തന്നെ അതും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ദോശ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് കൂടുതൽ തന്നെ മൊരിച്ചെടുക്കണം. മാത്രമല്ല അത് കുറച്ച് തടിയിലും വേണം കേട്ടോ, അധികം തിന്നാക്കാൻ പാടില്ല. അപ്പോൾ അത് റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കുഞ്ഞിക്കലത്തപ്പത്തിൻ്റെ മസാല മാവുണ്ടല്ലോ നല്ലോണം ഇളക്കിയിട്ട് വേണം നമ്മൾ ഒഴിക്കാൻ. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റായിട്ട് തോന്നിയതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ചുടുന്നത്. അപ്പോൾ നമ്മുടെ സ്നാക്കെല്ലാം ഓരോന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ചെറുതായിട്ടൊരു സ്നാക്കെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്നറിയോ? നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഇതാ നമ്മുടെ ദോശയൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ ഇതാ ഒരു 9 ദോശയായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഇനി നമ്മൾ ചിക്കൻ ഇതാ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കൻ ഒന്നും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതാ നമ്മൾ പാനിലോട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ഇതാ സവാളയാണ് ചേർക്കുന്നത്. നല്ലോണം ചെറുതാക്കാൻ പാടില്ല. സവാള കുറച്ച് വലുതാണും എന്നാൽ കൂടുതൽ വലുതാക്കാനും പാടില്ല കേട്ടോ. ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ടത്. പിന്നെ അതേ ഒരു സൈസിൽ തന്നെ നമ്മൾ ക്യാപ്സിക്കമും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ചിക്കനോട്ട് എല്ലാം ഒന്നിച്ചിട്ട് ഇടണം കേട്ടോ. ഒരുപാട് വഴറ്റിയെടുക്കണമെന്നില്ല. നമ്മൾ പെട്ടെന്ന് എല്ലാം ഇടുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിതിലോട്ട് സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പുമാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ചിക്കൻ ചില്ലി മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിലെല്ലാം ഇത് വാങ്ങാൻ കിട്ടും. അതുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു മസാല തന്നെ മതിയാവും. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് എരിവ് വേണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചേർത്തതാണ്. കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. നിങ്ങൾ കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അവസാനം ഞാനിതാ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇറാനി പോളയും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇറാനി പോളേൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്ക്. നല്ല ടേസ്റ്റാണ്. 2 ഫ്ലേവറിലുള്ള മസാലയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്ക്. അപ്പോൾ അതൊക്കെ റെഡിയായി. ഇനി നമ്മൾ ഈ ഒരു ചട്ടിപ്പത്തിരിക്കുള്ള ഈ ഫില്ലിങ്ങൊക്കെ ബാറ്ററൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ട ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമ്മൾ ഇതിലോട്ട് ഇതാ കുറച്ച് മല്ലിയിലയാണ് ചേർക്കുന്നത്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഇതാ കുറച്ച് മൈദയാണ് കേട്ടോ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മൈദയിട്ട് ഒന്ന് വീണ്ടും അടിക്കണം കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇതാ അരക്കപ്പോളം പാലും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാ പാത്രത്തിലോട്ട് നമ്മളിത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ നമ്മളിതൊന്നും ഡിപ്പൊന്നും ചെയ്യാതെ ഈ ഒരു ബാറ്ററിലൊന്നും മുക്കാതെ നമ്മൾ അങ്ങനെ വെച്ചതാണ് ഒരു ദോശ. അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം. പിന്നെ അടുത്തത് നമ്മൾ ഒന്ന് ഈ ഒരു മുട്ടയുടെ ബാറ്ററിലൊന്നും ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ലെയർ ചെയ്യുന്ന ഈ ഒരു ദോശയായാലും പത്തിരി ആയാലും ഇടയ്ക്ക് വെക്കുന്ന ഈ ഒരു ലെയർ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് കവർ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു പാത്രത്തിന് കംപ്ലീറ്റ് ആക്കണമെന്നില്ല. ചെറിയ ലെയർ ആക്കിയാലും ചെറിയ ദോശ ആയാലും അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ലെയറും നമ്മൾ വെക്കുന്ന ലാസ്റ്റ് ലെയറും മാത്രം ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്യുന്ന ഒരു വലിയ ഷീറ്റ് തന്നെ വെക്കണം. ഇടയ്ക്ക് നമുക്ക് ചെറുതെല്ലാം വെച്ചാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഈ ഒരു മസാല ഫില്ല് ചെയ്തിട്ട് ഇതുപോലെ തന്നെ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഓയിലെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ, ഒരുപാടല്ല ഒരു ടീസ്പൂണോ അങ്ങനെ വെച്ച് ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. സാധാരണ ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഒരു ചെറിയൊരു സ്വീറ്റും ഒരു പുളിയും ഒക്കെ കൂടിയതല്ലേ. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരുപാട് സ്വീറ്റ് ആക്കാൻ പാടില്ല കേട്ടോ. ചെറിയൊരു എരിവും ചെറിയൊരു പുളിയും എല്ലാം കൂടിയിട്ട് ആണ് നമ്മൾ ഇത് ഉണ്ടാക്കേണ്ടത്. കൂടുതൽ മധുരം ആക്കാതെ ഒരു ലൈറ്റായിട്ടുള്ള ചെറിയൊരു പുളിയും എരിവും ഒക്കെ വേണം കേട്ടോ. അപ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരുപാട് കെച്ചപ്പൊന്നും ചേർക്കാൻ പാടില്ല. ചെറുതായിട്ടൊരു കെച്ചപ്പിൻ്റെതും ഒരു ക്യാപ്സിക്കമിൻ്റെ എല്ലാം ഫ്ലേവർ വരുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് ലെയറിലും ഞാൻ 2 പത്തിരി ആയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചുകൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അത് നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് കറക്റ്റ് ആ ലെയർ അങ്ങനെ വെക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫുള്ളായി ഇത് വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മുട്ട ബാറ്റർ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുക്കണം. ചൂടായ സമയത്ത് നമ്മളിത് ഫ്ലെയിം കുറച്ച് അതൊന്ന് ചെറിയ ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് അടയും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മാവ് വന്നിട്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അത് നന്നായി കുഴച്ചിട്ട് അതും കൂടി റെഡിയാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരിയും വെന്തിട്ടുണ്ട്. ഇനി നമ്മളത് തിരിച്ചിട്ടിട്ടും കൂടി വേവിക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഇനി കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളകും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇതാ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ടാണ് നമ്മൾ ഈ ഒരു ചട്ടിപ്പത്തിരി ഇടുന്നത്. നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും കാണാനൊരു ഭംഗിയും ഉണ്ടാവും കേട്ടോ അത്. ഇനി ഇത് ഒരു 5 മിനിറ്റ് നമ്മൾക്ക് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഫ്ലെയിം കൂട്ടാൻ പാടില്ല. ചെറിയ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കളറാക്കാം കേട്ടോ. ഓവർ കളറാക്കുന്നില്ല ഞാൻ. അപ്പോൾ ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നല്ല നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.